ഹായ് ഫ്രണ്ട്സ്, അചിന്തിയ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, കാട്, നല്ല കാടാണ്. ഇന്ന് നമ്മൾ ഇങ്ങോട്ടാണ് യാത്ര. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ക്ഷേത്രത്തിലേക്കാണ്, കാടിനകത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് പോയതാണേ. നമ്മളെ ഒരു അമ്പലത്തിൽ പോയിട്ട് വരണതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട്, എന്ന് പുനർജനി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിയതാണ് കേട്ടോ. ഒരു കാട്ടിലാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്കിത് കണ്ടങ്ങ് നടക്കാം. നട അടച്ചോ എന്താണെന്നറിയില്ല. നമ്മൾ വേറൊരു ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കണത്. അത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കേ, നിങ്ങൾ വരൂ. ഇതേ തൃശ്ശൂർ ജില്ലയിൽ കോടശ്ശേരി മലയിൽ കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിൽ വാസുപുരത്താണ് ആറേശ്വരം ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന മൂർത്തി ശാസ്താവാണേ. മഴയും വെയിലുമേൽക്കുന്ന ശിലയാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. ശനിദോഷ പരിഹാരത്തിന് പ്രസിദ്ധമാണ് കേട്ടോ ഈ ക്ഷേത്രം. ഞാനിതാ പറഞ്ഞതേയുള്ളേ. ഇവിടെ ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, വിഷ്ണു എന്നീ 6 ദേവകളുടെ സാന്നിധ്യമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിനാലാണത്രേ ആറേശ്വരം എന്ന പേര് വന്നതെന്ന് ഐതിഹ്യം കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠയെ ഇരിങ്ങാലക്കുട നമ്മുടെ കുടൽമാണിക്യത്തിലെ ശാസ്താവാണെന്ന ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുടൽമാണിക്യ സ്വാമിയെ തൊഴുതിറങ്ങുന്നവര് ആറേശ്വരത്തപ്പനെയും സ്മരിക്കാറുണ്ട്. പ്രധാന പ്രതിഷ്ഠ ശാസ്താവാണ്. കിഴക്കോട്ടാണ് ദർശനം. 2 നേരം പൂജയുണ്ട് കേട്ടോ. ഉപദേവന്മാരില്ല. നീരാഞ്ജനമാണ് പ്രധാന വഴിപാട്. ക്ഷേത്രത്തില് ഒരു പുനർജനിയുണ്ട്. ആ പുനർജനി ഗുഹയുണ്ട്. ഭക്തന്മാര് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ പുനർജനി തൊഴുന്നത് പതിവാണ്. അതൊരു വിശ്വാസമാണ് കേട്ടോ. പിന്നെ വൃശ്ചിക മാസത്തിലെ ആദ്യ ശനിയാഴ്ച ക്ഷേത്രത്തിൽ ആണ് ആഘോഷം ഉണ്ടാവുക. അത് ഇവിടെ ഒരു മിനി ശബരിമല, അതായത് ഒരു ചെറിയൊരു ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലൊക്കെ ഈ അമ്പലം, അതായത് ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അറിയാം. ആറേശ്വരം ക്ഷേത്രത്തിന്റെ ചരിത്രങ്ങൾ വ്യക്തമാക്കുന്ന വിവരങ്ങളൊന്നും അങ്ങനെ അധികമൊന്നും അറിയില്ല. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഷഷ്ടിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിട്ട് അവർ ആഘോഷിക്കുന്നത്. പിന്നെ കാവടി സംഘങ്ങൾ, താളമേളങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഈ എന്താ പറയുക, ഷഷ്ടിയുടെ അന്ന് തെയ്യവും ദേവീ ശില്പങ്ങളൊക്കെ ഉള്ള ഒരു ആഘോഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഞങ്ങൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കയറ്റൊക്കെ കയറിയപ്പോഴേ നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല കിതപ്പായിരുന്നു. അത് എനിക്ക് ഫോൺ പിടിച്ചുകൊണ്ട്, എൻ്റെ ഫോൺ കൈ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു അതുകൊണ്ട് ഭയങ്കര ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനുള്ള ഒരു ചിന്തകളൊന്നും പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് വന്നില്ല. പെട്ടെന്ന് കുറച്ച് വീഡിയോസ് എടുക്കണം, ഇതൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ അത്രയും നല്ലൊരു പ്രകൃതിയുടെ ഒരു വലിയൊരു ലോകമാണ് അവിടെ. കുറേ കിളികൾ, കുറേ നല്ല പച്ചപ്പ്, കാടാണ്, തണുപ്പാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഒരു നല്ലൊരു അമ്പലം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും പിന്നെ ഈ ഇവിടെ ബ്രഹ്മരക്ഷസും അങ്ങനെയൊക്കെ പിന്നെ പ്രതിഷ്ഠയുണ്ട്. നമ്മൾക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. അപ്പം ഈ കാടാണ് ഇതിൻ്റെ മെയിൻ. കാട്, ഈ പാറക്കെട്ടുകളാണ് ഏറ്റവും. ഇത് പിന്നെ ശാസ്താവ് എന്ന് പറഞ്ഞ ഒരു എന്താ സ്വയംഭൂവാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ, നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. നല്ലൊരു രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 9:30 ആകുമ്പോഴേക്കും ഇവിടെ നടയടയ്ക്കുന്നുണ്ട്. ഞങ്ങളൊരു 10 മണി ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 9:30 10 മണിയാകുമ്പോഴേക്കും നട അടയ്ക്കും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ കാരണം അങ്ങനെ വീഡിയോസ് മാത്രമേ നമുക്ക് എടുത്തിങ്ങനെ നടക്കാനായിട്ട് സാധിച്ചു. കുറച്ചൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് നിറച്ച് കുരങ്ങുകളാണ് നിറയെ ഉണ്ടായിരുന്നു. നല്ല കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഓടിച്ചാടി, അമ്പലത്തിൻ്റെ കാവൽക്കാരാണെന്ന് തോന്നുന്നു.
അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പുനർജനി കണ്ടപ്പോഴാണ് ഭയങ്കര ഇതായി. ഞാൻ ശരിക്കും പറഞ്ഞ പുനർജനി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പുനർജനി നുഴയുന്നതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കാണുക. അതൊക്കെ എനിക്കൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഈ അമ്മൂമ്മ ഇവിടെ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ വിടാതെ സംസാരിച്ചു കൊണ്ടേ നിൽക്കും. നല്ലൊരു അമ്മൂമ്മ നന്നായി സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. പാവം അത് തന്നെ ആളുടെ മോളെ പോലെ തോന്നി. ഞാൻ എപ്പോഴും എന്നോട് സംസാരിച്ചു, മോളെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു. അമ്മൂമ്മ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് അമ്പലത്തിൽ. അപ്പം കണ്ടോ ഈ പാറക്കെട്ടുകളൊക്കെ കണ്ടില്ലേ, ഒരു വല്ലാത്തൊരു ഇതാണല്ലോ. കണ്ടോ ആ പാറക്കെട്ടുകളുടെ താഴെ താമരക്കുളമുണ്ട്, ഒരു കുളം പോലെ. നല്ല രസമാണ് അവിടെ. പാമ്പൽ പൂക്കളും താമര മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അതിങ്ങനെ വളർന്നു വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നിറച്ചു പൂമ്പാറ്റകളായിരുന്നേ. ഈ പൂമ്പാറ്റകൾ ഈ ഒരു ചെടിക്ക് ചുറ്റി ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുക. അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. കണ്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ വിവിധ തരത്തിലുള്ള ശലഭങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കുറച്ച് നേരം അതങ്ങ് നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ട് അത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ അറ്റ്മോസ്ഫിയറൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും നല്ലതായിരുന്നു. നല്ല രസത്തിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കേട്ടോ. എന്ത് ഞാൻ നല്ല രസമുണ്ട്. പക്ഷേ കുറച്ചുകൂടി ലേറ്റായി. ഞങ്ങൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ നന്നായിരുന്നേനെ. നമുക്ക് ഇനി വ്രതമൊക്കെ എടുത്ത് വന്നിട്ട് വേണം പുനർജനിക നുഴാനായിട്ട്. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇനി ഇതാ ഈ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി നമ്മളങ്ങ് താഴോട്ട് ഇനി ഇറങ്ങണം കേട്ടോ. നമ്മൾ ഇത്രയും കയറ്റം കയറി വന്നത് അങ്ങ് താഴോട്ട് ഇറങ്ങേണ്ടതാണ്. അപ്പം കണ്ടോ ഈ പടിക്കെട്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്നിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണേ. അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെ ഇടയിലാണ് ഇത് കടന്നലാണോ തേനീച്ചാണോ അങ്ങനെ കണ്ടു കൂട്ടം കൂടി. നല്ല രസമുണ്ട് അല്ലേ. അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. അത്ര ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിതാ താഴോട്ട് ചേട്ടൻ ഇറങ്ങി പതുക്കെ ആളങ്ങ് ഇറങ്ങി നടക്കാണ് കേട്ടോ. ഞങ്ങളെക്കാളും മുൻപിൽ പോയിട്ടുണ്ട് ആ അമ്മൂമ്മ. അപ്പം ഞങ്ങളങ്ങ് താഴോട്ട് ഇറങ്ങി നടക്കായി. ഇങ്ങനെ താഴോട്ട് തപ്പി പിടിച്ച് നടക്കണതിൻ്റെ ഇടയിലാണ് ഒരു വലിയൊരു പുഴുവിനെ കണ്ടത് കേട്ടോ. നോക്കൂ, ഒരു കറുത്തിട്ട് വലിയ തേരട്ടയാണോ എന്ന് സംശയമുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അങ്ങ് വേർത്ത് കുളിച്ചിട്ടുണ്ട്. അയ്യോ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമാണ്. ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എന്താ പറയുക, നമുക്ക് കാണാനും ഒക്കെയുള്ള നല്ലൊരു ക്ഷേത്രം. നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ കുറേ ആൾക്കാർ റീൽസ് ഇടുന്നതും യൂട്യൂബേഴ്സ് റീൽസ് ഇടുമ്പോഴും അതുപോലെ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞാൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു അറിവ് തന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മളാരും അത്ര ഒരുപാട്, നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ പോയിട്ടില്ല, കണ്ടിട്ടില്ല. നമുക്ക് അറിയാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ പലരും കാണും, പലരും ആ അമ്പലങ്ങളിലേക്ക് എത്തും. അതെ, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. അങ്ങനെ അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.